ഇന്നത്തെ വീഡിയോ പൈനാപ്പിൾ ചെടിയെ പറ്റിയുള്ളതാണ്. പൈനാപ്പിൾ ചെടിയുടെ പൂവ് ഒരു സംയുക്ത പുഷ്പമാണ്. അതായത് ഒരു കൂട്ടം ചെറിയ പൂക്കൾ ഒരുമിച്ച് ഒരു കോണാകൃതിയിലുള്ള ഘടനയായി രൂപപ്പെടുന്നു. പൂക്കൾ നീല, പർപ്പിൾ അല്ലെങ്കിൽ പിങ്ക് നിറത്തിലാണ്. ഇവ ചെറിയ വലിപ്പമുള്ളവയുമാണ്. കൂടാതെ ചെടിയുടെ മുകൾ ഭാഗത്തൊരു സ്പൈക്ക് രൂപത്തിൽ ക്രമീകരിച്ചിരിക്കുന്നു. ഓരോ പൂവിൻ്റെയും മുകളിൽ ഒരു ബ്രാക്റ്റ് ഉണ്ട്. ഇത് പഴുപ്പിൻ്റെ പുറന്തോടിൻ്റെ ഭാഗമായി മാറുന്നു. പൂവ് പൂർണ്ണമായും വികസിക്കുമ്പോൾ അത് ക്രമേണ പൈനാപ്പിൾ പഴമായി രൂപാന്തരപ്പെടുന്നു. ഇതൊരു മൾട്ടി പർപ്പിൾ ഫ്രൂട്ടാണ്. അതായത് ഒന്നിലധികം പൂക്കൾ ഒരുമിച്ച് ഒരു പഴമായി രൂപപ്പെടുന്നു. പൈനാപ്പിൾ ചെടി സാധാരണയായി 12-20 മാസം പ്രായമാകുമ്പോൾ പൂക്കൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുന്നു. പുഷ്പിക്കൽ കാലാവസ്ഥ, മണ്ണിൻ്റെ ഗുണനിലവാരം, വെള്ളം, വളം എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. പൈനാപ്പിൾ സ്വയം പരാഗണം നടക്കുന്നൊരു ചെടിയാണ്. എന്നാൽ പക്ഷികൾ അല്ലെങ്കിൽ കാറ്റ് വഴിയും പരാഗണം സംഭവിക്കാം. എന്നിരുന്നാലും വാണിജ്യ കൃഷിയിൽ പൈനാപ്പിൾ പഴങ്ങളുടെ ഉൽപ്പാദനത്തിന് പരാഗണം പ്രധാനമല്ല. കാരണം പൈനാപ്പിൾ പാർത്തനോകാർപ്പിക്കാണ്. അതായത് പരാഗണം കൂടാതെ തന്നെ പഴങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. പൂക്കൾ ചെറുതും സ്റ്റാർ ആകൃതിയിലുള്ളവയുമാണ്. ഒരു മഞ്ഞൾ നിറത്തിലുള്ള കേന്ദ്രവും പർപ്പിൾ പിങ്ക് ദളങ്ങളുമുണ്ട്. ഒരേ പൂവിൽ ആൺപെൺഭാഗങ്ങളുണ്ട്. പുഷ്പങ്ങൾ ഒരു സെൻട്രൽ സ്റ്റെമ്മിൽ ഒരു സർപ്പിൾ ആകൃതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു. ഇത് പിന്നീട് പഴത്തിൻ്റെ മാംസളമായ ഭാഗമായി മാറുന്നു. പൈനാപ്പിൾ പൂവ് പഴത്തിൻ്റെ രൂപീകരണത്തിൻ്റെ തുടക്കമാണ്. പൂക്കൾ ഒന്നിച്ച് പഴമായി മാറുന്നതിനാൽ പൂവിൻ്റെ ആരോഗ്യം പഴത്തിൻ്റെ ഗുണനിലവാരത്തെ നേരിട്ട് ബാധിക്കുന്നു. വാണിജ്യ കൃഷിയിൽ എഥിലീൻ പോലുള്ള ഹോർമോണുകൾ ഉപയോഗിച്ച് പുഷ്പിക്കൽ കൃത്രിമമായി പ്രേരിപ്പിക്കാറുണ്ട്. ഇത് ഒരേ സമയം പുഷ്പിക്കലും പഴങ്ങൾ ലഭ്യമാകലും ഉറപ്പാക്കുന്നു. പൈനാപ്പിൾ പൂവിന് ചില സംസ്കാരങ്ങൾ സമൃദ്ധിയുടെയും ആതിഥ്യത്തിൻ്റെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. പൈനാപ്പിൾ പഴം പൂവിൻ്റെ പരിണാമമായതിനാൽ പല സ്ഥലങ്ങളിലും ആഘോഷങ്ങളിൽ ഉപയോഗിക്കുന്നു. ഇനി കൃഷിരീതികൾ നോക്കാം. പൈനാപ്പിൾ ഒരു തെക്കേ അമേരിക്കൻ ഉത്ഭവമുള്ള പച്ചക്കറിയും പഴവൃക്ഷവുമാണ്. കേരളത്തിലെ ഇടത്തരം വെള്ളപ്പൊക്കമില്ലാത്ത മലനാടൻ പ്രദേശങ്ങളിൽ നല്ല വിളവെടുക്കാൻ കഴിയും. 22 മുതൽ 32 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെയുള്ള ചൂടുള്ള കാലാവസ്ഥ അനുയോജ്യം. വെള്ളം നന്നായി ചിമ്മുന്ന ഓർഗാനിക് അംശം കൂടുതലുള്ള കാടുമണ്ണ്, ചെങ്കൽമണ്ണ് മുതലായവ അനുയോജ്യം. പൈനാപ്പിൾ കാവിയിലോ മുകളിൽ കായ്ക്കുന്ന തലയിൽ നിന്നോ, അതായത് സക്കേഴ്സോ സ്ലിപ്സ് എന്നിവയിലൂടെയോ തൈകൾ തിരഞ്ഞെടുക്കാം. 60x30 സെൻറ്റിമീറ്റർ അകലത്തിൽ ഇവ നടുന്നു. 1 ഹെക്ടറിൽ ഏകദേശം 40,000 ചെടികൾ വരെ നടാം. 50 മുതൽ 60 ഗ്രാം നൈട്രജൻ, 25 മുതൽ 30 ഗ്രാം ഫോസ്ഫറസ്, 50 ഗ്രാം പൊട്ടാസ്യം എന്നിവ ഒരു ചെടിക്ക് വേണ്ടി വർഷത്തിൽ 2 തവണ ചേർക്കണം. ആദ്യ 2 മാസം വാരാന്ത്യമായി വെള്ളം നനയ്ക്കണം. പിന്നീട് മഴയ്ക്കനുസരിച്ച് വേണമെങ്കിൽ മാത്രം. കറുത്ത ചിതൽപ്പുഴു, ത്രിപ്സ്, ബ്ലാക്ക് ഹാർട്ട് എന്നീ കീടങ്ങൾ ശ്രദ്ധിക്കണം. ജൈവ കീടനാശിനികൾ, നിഴലുള്ള മൾച്ചിങ് മുതലായവ ഉപയോഗിച്ച് തടയാം. നടിയിൽ മുതൽ 12-15 മാസം കൊണ്ട് കായ്ക്കും. കായ്കൾ പൊട്ടി വരുന്നതിന് മുൻപ് വിളവെടുക്കണം.